അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം എൻ്റെ ഈ ചാനലിലുള്ള ഒരു സഹോദരൻ എന്നെ വിളിച്ചിരുന്നു. ഫോണിൻ്റെ അപ്പുറത്തിരുന്ന് അദ്ദേഹം തൻ്റെ വീട്ടിലെ സങ്കടങ്ങൾ പറയുമ്പോൾ എൻ്റെ മനസ്സാകെ വിങ്ങുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും കേട്ട് ഞാൻ ശരിക്കും അതിശയപ്പെട്ടു പോയി. യാ അല്ലാഹ്, ഒരു വീട്ടിനുള്ളിൽ ഇത്രയേറെ മൗനവും അകൽച്ചയും ഉണ്ടാകുമോ എന്ന് ഞാൻ അപ്പോഴാണ് ചിന്തിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഞങ്ങളെ പുറമെ നിന്ന് നോക്കിയാൽ ഞങ്ങളുടേത് വലിയൊരു വീടാണ്. പടച്ചവൻ എല്ലാ സൗകര്യങ്ങളും തന്നിട്ടുണ്ട്. പക്ഷേ വീടിൻ്റെ പടി കടന്ന് ഉള്ളിൽ ചെന്നാൽ ഞങ്ങൾ രണ്ട് വഴിക്ക് പോയവരെ പോലെയാണ്, അന്യരെ പോലെയാണ്. ഞാൻ ജോലി കഴിഞ്ഞ് ചെന്നാൽ ഫോണിലേക്ക് നോക്കിയിരിക്കും. ഭാര്യ അടുക്കളയിൽ അവരുടെ ലോകത്തായിരിക്കും. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തോടൊന്ന് മിണ്ടിയിട്ട് ആഴ്ചകളായി. ഒന്ന് നോക്കുന്നത് പോലും ദേഷ്യത്തോടെയാണ്. ഒരേ മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ഞങ്ങൾക്കിടയിൽ വലിയൊരു മൗനമാണ്. ആ സഹോദരൻ കരഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചു, എന്തിനാണ് ഇക്ക ഞങ്ങളിങ്ങനെ ജീവിക്കുന്നത്? ഈ ഒരു സഹോദരൻ്റെ അനുഭവം കേട്ടപ്പോഴാണ് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. കാരണം എനിക്കറിയാം, ഇതുപോലെ മൗനത്തിലും സങ്കടത്തിലും കഴിയുന്ന നൂറുകണക്കിന് ആളുകൾ എൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നമ്മളിങ്ങനെ അകലുന്നത്? വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള കാര്യങ്ങൾക്കായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് ദമ്പതികൾ പരസ്പരം വസ്ത്രം പോലെയാണ് എന്നാണ്. വസ്ത്രം ശരീരത്തെ ചേർത്ത് പിടിക്കുന്നത് പോലെ ഒരാളുടെ കുറവുകൾ മറ്റേയാൾ മറച്ചു പിടിക്കണം. ലോകം പേടിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എൻ്റെ ഭാര്യയുടെ ദേഷ്യം പോലും ക്ഷമയോടെ കേട്ടിരുന്ന ഒരു ചരിത്രമുണ്ട് നമുക്ക് മുന്നിൽ. അവൾ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അവളുടെ ദേഷ്യം സഹിക്കാൻ എനിക്ക് പ്രയാസമില്ല എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ വിട്ടുവീഴ്ച ഇന്ന് നമ്മുടെ വീടുകളിൽ എവിടെ പോയി? ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, പുറത്ത് കൂട്ടുകാർക്ക് നൽകുന്ന ആ ചിരിയും സ്നേഹവും സ്വന്തം ഭാര്യയ്ക്കും നൽകൂ. ഭാര്യമാരോട് എനിക്ക് പറയാനുള്ളത്, ഭർത്താവ് വരുമ്പോൾ പരാതികൾക്ക് പകരം ഒരു പുഞ്ചിരി നൽകൂ. ഒരു സ്നേഹത്തോടെയുള്ള പുഞ്ചിരിയാണ് നൽകൂ. ഞാൻ എന്തിന് ആദ്യം മിണ്ടണം എന്ന വാശി ഒഴിവാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ വീടുകളിലുള്ളൂ. ഫോണിൽ മാറ്റിവെച്ച് പരസ്പരം കണ്ണുകളിൽ നോക്കി ഒന്ന് സംസാരിക്കാൻ നമ്മൾ തയ്യാറാവണം. നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ഫോണോ വാശിയോ ഒന്നും നമ്മുടെ കൂടെ ഉണ്ടാകില്ല. അതുകൊണ്ട് അള്ളാഹു തന്ന ഈ ജീവിതം സ്നേഹത്തോടെ ജീവിക്കുക. ഇങ്ങനെയുള്ള സങ്കടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ സമാധാനം നൽകണേ അല്ലാഹ്. വഴക്കുകൾ മാറ്റി ഞങ്ങളുടെ വീടുകൾ സ്വർഗം പോലെയാക്കണേ റബ്ബേ. ഞങ്ങൾക്ക് നീ ഐശ്വര്യവും സമാധാനവും നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ വീടുകളിൽ നീ സമാധാനം നൽകണേ അല്ലാഹ്. ഒരുപാട് പേര് നീറുന്ന പ്രശ്നങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലാഹ്. എല്ലാവരുടെയും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.